പോകുന്നത് സി-ടെറ്റിന് ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് പെഡഗോജി എന്ന ഏരിയയിൽ നിന്നും ചോദിച്ചിട്ടുള്ള ഒരു 15 ക്വസ്റ്റ്യൻസും ആ ക്വസ്റ്റ്യൻസിൻ്റെ ഒരു കംപ്ലീറ്റ് എക്സ്പ്ലനേഷനുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. സി-ടെറ്റിൻ്റെ പേപ്പർ 1നും 2നും ഒരുപോലെ പ്രാധാന്യമുള്ളൊരു ടോപ്പിക്കാണ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് പെഡഗോജി എന്ന് പറയുന്നത്. ഏകദേശം 30 മാർക്കിനാണ് ഈ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഈ 15 ക്വസ്റ്റ്യൻസും സെലക്ട് ചെയ്തിരിക്കുന്നത് 15 ഏരിയസിൽ നിന്നാണ്, അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 15 ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ക്ലാസ് ഫുള്ള് കാണുക, അതിൻ്റെ എക്സ്പ്ലനേഷൻ മനസ്സിലാക്കുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, പിയാഷെ ഡിസ്ക്രൈബ്ഡ് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് ആസ് ഒക്കറിങ് ഇൻ ഓപ്ഷൻ എ 3 പ്രോഗ്രസീവ് ലെവൽസ്, ബി എ കണ്ടിന്യൂസ് കണ്ടിന്യൂം, സി 4 ഓവർലാപ്പിംഗ് കൾച്ചർ സ്പെസിഫിക് സ്റ്റേജസ്, ഡി 4 ക്വാളിറ്റേറ്റീവ്ലി ഡിഫറെൻറ്റ് സ്റ്റേജസ്. ഇപ്പോൾ പിയാഷെയുടെ ഡെവലപ്മെൻറ്റ് തിയറി അനുസരിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം എത്ര സ്റ്റേജ് ഉണ്ട്. അതിനെ ആസ്പദമാക്കിയുള്ള ഒരു ചോദ്യമാണിത്. എങ്ങനെയാണ്, 3 ലെവലാണോ 4 ലെവലാണോ, ഇതൊരു കണ്ടിന്യൂ ആയിട്ടാണോ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ കുട്ടികളുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റിനെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നതെന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്നും കൂടെ നമുക്ക് ഓപ്ഷൻ നോക്കാം. 3 പ്രോഗ്രസീവ് ലെവൽസ് അല്ല, ഉറപ്പാണ്. എ കണ്ടിന്യൂസ് കണ്ടിന്യൂ, ഇവിടെ 4 ഓവർലാപ്പിംഗ് കൾച്ചർ, 4 ക്വാളിറ്റേറ്റീവ് ഡിഫറൻറ്റ് സ്റ്റേജസ് വരുന്നതുകൊണ്ട് നമുക്കറിയാം പിയാഷെ 4 സ്റ്റേജസിലായിട്ടാണ് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റിനെ എന്ത് ചെയ്തിട്ടുള്ളത്, ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ആ 4 ഏതൊക്കെയാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇതിൽ സി ഓർ ഡി, ഇതിലേതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക? ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഡി ആണ്. 4 ക്വാളിറ്റേറ്റീവ്ലി ഡിഫറെൻറ്റ് സ്റ്റേജസ്, 4 ഡിഫറെൻറ്റ് സ്റ്റേജസ് ആണ്. പിയാഷെയെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യുന്നു, യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ആണ്. അതേപോലെ തന്നെ ക്വാളിറ്റേറ്റീവ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള 4 സ്റ്റേജിലൂടെയാണ് കുട്ടിയുടെ കോഗ്നിറ്റീവ് തിങ്കിങ് വളരുന്നത്. അതിൽ ഒന്നാമത്തെ സ്റ്റേജാണ് സെൻസറി മോട്ടോർ സ്റ്റേജ്, രണ്ടാമത്തത് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, മൂന്നാമത്തത് കോൺക്രീറ്റ് ഓപ്പറേഷണൽ, ആൻഡ് ഫോർത്ത് ആൻഡ് ദ ലാസ്റ്റ് ഈസ് ദ ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. അപ്പോൾ ഈ ഓരോ 4 സ്റ്റേജിലും കുട്ടികളുടെ ഡെവലപ്മെൻറ്റ് ഏതൊക്കെ രീതിയിലാണ് നടക്കുന്നത്, അല്ലെങ്കിൽ 4 സ്റ്റേജിലെ പ്രധാന പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണ്ടിട്ടില്ലാത്തവർ ആ ക്ലാസ്സോടെ ഒന്ന് കാണാം. അപ്പോൾ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം 4 ക്വാളിറ്റേറ്റീവ്ലി ഡിഫറെൻറ്റ് സ്റ്റേജസിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് പിയാഷെയെ സംബന്ധിച്ച് നടക്കുന്നത്. അടുത്തത്, who among the following critiqued the concept of general intelligence and proposed an alternative theory of multiple intelligence? മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് എന്ന് കേൾക്കുമ്പോഴേ നമുക്ക് ആളുടെ പേര് മനസ്സിലേക്ക് വരണം. കാര്യം മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് എന്ന ക്വസ്റ്റനിൽ കണ്ടാൽ തന്നെ നമുക്ക് ആളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. എന്നാൽ ഓപ്ഷൻ എ ജീൻ പിയാഷെ, ബി ഹൊവാർഡ് ഗാർഡ്നർ, സി ലെവ് വൈഗോട്സ്കി, ഡി ചാൾസ് പിയർമാൻ. സോ ഇവിടെ ജനറൽ ഇൻ്റലിജൻസിനെ ക്രിട്ടിക്ക് ചെയ്തിട്ട് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ്, അതായത് എല്ലാവർക്കും ഒരു ജനറൽ ഇൻ്റലിജൻസ് അല്ല ഉള്ളത്, ഓരോ ഏരിയയ്ക്കും പ്രത്യേകം സ്പെസിഫിക് ഇൻ്റലിജൻസ് ഉണ്ട് എന്നുള്ള കോൺസെപ്റ്റ് മുന്നോട്ട് വെച്ച വ്യക്തി ആരാണ്? ഹോവാർഡ് ഗാർഡ്നർ. അപ്പോൾ കറക്റ്റ് ആൻസർ ഈസ് ഹോവാർഡ് ഗാർഡ്നർ. ഗാർഡ്നറാണ് തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് പ്രൊപ്പോണ്ട് ചെയ്യുന്നത്. അദ്ദേഹമാണ് പറയുന്നത് എന്താണ്, ഒരു ജനറൽ കപ്പാസിറ്റിയിലല്ല, അല്ലെങ്കിൽ ഒരു സിംഗിൾ ഫാക്ടറിലല്ല എന്ത് വർക്ക് ചെയ്യുന്നത്, ഇൻ്റലിജൻസ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഒരു ടോപ്പിക് കൊണ്ടുവന്നത് സ്പിയർമാൻ ആണ്. അപ്പോൾ അങ്ങനെ ഒരു ജനറൽ കപ്പാസിറ്റി ആണ്, അല്ലെങ്കിൽ ജനറൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഫാക്ടർ പ്രപ്പോസ് ചെയ്തത് സ്പിയർമാൻ ആണ്. അതും ചോദിക്കാം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെ ഒരു തിയറി കൊണ്ടുവന്നത് സ്പിയർമാൻ ആണ്. പക്ഷേ അതിനെ നെഗ്ലക്റ്റ് ചെയ്തുകൊണ്ട് ഡിസ്റ്റിങ്ക്റ്റ് മൊഡാലിറ്റീസ് ഉണ്ട്. ലിംഗ്വിസ്റ്റിക്, ലോജിക്കൽ, മാത്തമാറ്റിക്കൽ, മ്യൂസിക്കൽ, ബോഡിലി കൈനസ്തെറ്റിക്കൽ, സ്പേഷ്യൽ, ഇൻ്റർപേഴ്സണൽ, ഇൻട്രാപേഴ്സണൽ ആൻഡ് നാച്ചുറലിസ്റ്റ്. ഇങ്ങനെ ഇത്രയും രീതിയിലേക്ക് തരംതിരിച്ച ആളാണ് നമ്മുടെ ഹോവാർഡ് ഗാർഡ്നർ. ഈ പറയുന്ന മേഖലകൾ ഏതൊക്കെയാണെന്ന്, അല്ലെങ്കിൽ അത് സ്പെസിഫിക് ഇൻ്റലിജൻസ് ഏതൊക്കെയാണെന്നും ചോദിക്കാറുണ്ട്. ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ലിംഗ്വിസ്റ്റിക്, ലോജിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ, മ്യൂസിക്കൽ, ബോഡിലി കൈനസ്തെറ്റിക്, സ്പേഷ്യൽ, ഇൻ്റർപേഴ്സണൽ, ഇൻട്രാപേഴ്സണൽ ആൻഡ് നാച്ചുറലിസ്റ്റ്. ഈ പറയുന്ന ഓരോന്നും, അതായത് നല്ലപോലെ സംസാരിക്കാൻ കഴിയുന്ന ഒരാളിൽ വർക്ക് ചെയ്യുന്ന ലിംഗ്വിസ്റ്റിക് ആയിട്ടുള്ള ഇൻ്റലിജൻസ് ആയിരിക്കും. ലോജിക്കലും എഞ്ചിനീയേഴ്സ് പോലുള്ള, അല്ലെങ്കിൽ ചിത്രം വരയ്ക്കുന്നവർക്കൊക്കെ ലോജിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ ആയിരിക്കും, സ്പേഷ്യൽ ആയിരിക്കും. കണക്ക് ചെയ്യാൻ അറിയാമെന്നുള്ളവർക്ക് ലോജിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ ആയിരിക്കും. പാട്ട് പാടാനും മ്യൂസിക് ചെയ്യാനും ഒക്കെ അറിയാമെന്നുള്ളവർക്ക് മ്യൂസിക്കൽ ഇൻ്റലിജൻസ് ആയിരിക്കും. അങ്ങനെ ഇൻ്റലിജൻസിൻ്റെ സ്പെസിഫിക്, അല്ലെങ്കിൽ ആ പറയുന്ന മൊഡാൽസ് മാറി വരുന്നു അല്ലെങ്കിൽ വേരി ചെയ്യുന്നു എന്നുള്ള എക്സ്പ്ലനേഷൻ തന്നത് ഹോവാർഡ് ഗാർഡ്നർ ആണ്. തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ഇസ് പുട്ട് ഫോർവേഡ് ബൈ ഹോവാർഡ് ഗാർഡ്നർ. അടുത്ത ചോദ്യം, വിച്ച് മെത്തേഡ് ഡിഡ് ലോറൻസ് കോൾബർഗിൻ്റെ ഡെവലപ്മെൻറ്റൽ തിയറിയാണ്. കോൾബർഗിൻ്റെ തിയറി യൂസ് ടു സ്റ്റഡി ദ മോറൽ ഡെവലപ്മെൻറ്റ് ഓഫ് ചിൽഡ്രൻ. അങ്ങനെ തന്നെയാണ് കോൾബർഗിൻ്റെ മോറൽ ഡെവലപ്മെൻറ്റ് തിയറി എന്നാണ് നമ്മൾ പഠിക്കുന്നത് തന്നെ. അപ്പോൾ
അതിൽ അദ്ദേഹം മുന്നോട്ട് വെച്ച മെത്തേഡ് എന്താണ്? കുട്ടികളുടെ മോറൽ ഡെവലപ്മെൻറ്റ് പഠിക്കുന്നതിന് കോൾബർഗ് മുന്നോട്ട് വെച്ച മെത്തേഡ് എന്താണ്? ഓപ്ഷൻ എ എക്സ്പെരിമെൻ്റൽ മെത്തേഡ്, ബി ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് അപ്രോച്ച്, സി പോസിംഗ് മോറൽ ഡിലമാസ് ടു ചിൽഡ്രൻ ആൻഡ് അനലൈസിംഗ് റെസ്പോൺസസ്, ഡി കണ്ടക്ടിങ് നാച്ചുറലിസ്റ്റിക് ഒബ്സർവേഷൻസ് ഡ്യൂറിങ് പ്ലേ. ഒന്നുകൂടെ നോക്കാം. എക്സ്പെരിമെൻ്റൽ മെത്തേഡാണോ, ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് അപ്രോച്ച് ആണോ, അല്ലെങ്കിൽ പോസിംഗ് മോറൽ ഡിലമാസ് ടു ചിൽഡ്രൻ ആൻഡ് അനലൈസിംഗ് റെസ്പോൺസസ് ആണോ, കണ്ടക്ടിങ് നാച്ചുറൽ ഒബ്സർവേഷൻസ് ഡ്യൂറിങ് പ്ലേ ആണോ അദ്ദേഹം മുന്നോട്ട് വെച്ച മെത്തേഡ് എന്നുള്ളതാണ്. ഇത് നമുക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അദ്ദേഹം മുന്നോട്ട് വെച്ച മെത്തേഡ് എന്താണ്? പോസിംഗ് മോറൽ ഡിലമാസ് ടു ചിൽഡ്രൻ ആൻഡ് അനലൈസിംഗ് റെസ്പോൺസസ്. കുട്ടികളുടെ മുന്നിലേക്ക് ഒരു ഡിലമ കൊണ്ടുവയ്ക്കുക. ആ ഡിലമയ്ക്ക് അല്ലെങ്കിൽ ആ ഒരു പ്രശ്നത്തിന് കുട്ടി എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ കുട്ടി എങ്ങനെ റിയാക്ട് ചെയ്യുന്നത് അനുസരിച്ചാണ് ആ കുട്ടിയുടെ മോറൽ ഡെവലപ്മെൻറ്റ് അനലൈസ് ചെയ്യണമെന്ന് അദ്ദേഹം പറഞ്ഞാൽ അദ്ദേഹം ചെയ്തിരുന്നത് അങ്ങനെയാണ്. അപ്പോൾ ആൻസർ പോസിംഗ് മോറൽ ഡിലമാസ് ടു ചിൽഡ്രൻ ആൻഡ് അനലൈസിംഗ് റെസ്പോൺസസ്. സോ ഇവിടെ പറയുകയാണെങ്കിൽ ചിൽഡ്രനെ അല്ലെങ്കിൽ അഡൾട്ട്സിനെയോ ഒക്കെ ഒരു കുറച്ച് ഹൈപ്പോത്തറ്റിക്കലായ മോറൽ സ്റ്റോറീസ് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നു. എന്നിട്ട് അവരെങ്ങനെ അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നു, റിയാക്ട് ചെയ്യുന്നു, നിങ്ങളാണെങ്കിൽ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളതനുസരിച്ചായിരുന്നു അവരുടെ മോറൽ ഡെവലപ്മെൻറ്റ് നമ്മൾ അനലൈസ് ചെയ്തത്. ഇവിടെ പ്രധാനപ്പെട്ട ഒരു ഡിലമയാണ് ഹെയ്ൻസ് ഡിലമ. നമ്മളെല്ലാവരും ആ ഒരു കഥ കേട്ടിട്ടുണ്ടായിരിക്കും. മരുന്നിന് വേണ്ടിയിട്ട് മോഷ്ടിക്കുന്നതും, അതായത് നിവർത്തിയില്ലാതെ പൈസ കൂടുതലായതുകൊണ്ട് മരുന്ന് മോഷ്ടിക്കേണ്ടി വരുന്നു ഭാര്യയ്ക്ക് വേണ്ടി, അങ്ങനെ ഒരു സ്റ്റോറിയാണ് ഹെയ്ൻസ് ഡിലമ. അപ്പോൾ ആ ഒരു കോൺഫ്ലിക്റ്റിൽ നമ്മൾ ആരുടെ കൂടെ നിൽക്കും? ആ മരുന്ന് ഉണ്ടാക്കിയ വ്യക്തിയോടൊപ്പം നിൽക്കുമോ, അല്ലെങ്കിൽ അത് മോഷ്ടിച്ച വ്യക്തിയോടൊപ്പം നിൽക്കുമോ? രണ്ടുപേരുടെ സൈഡിൽ നിന്ന് ആലോചിക്കുമ്പോഴും നമുക്ക് ജസ്റ്റിഫൈ ചെയ്യേണ്ട റീസൺസ് അവിടെ ഉണ്ട്. അപ്പോൾ ആ ഒരു ഡിലമയിൽ കുട്ടികൾ എങ്ങനെ പ്രതികരിക്കുന്നു? ഇത് ഈ ഒരെണ്ണം മാത്രമല്ല, ഒരുപാട് അങ്ങനത്തെ സ്റ്റോറീസ് ഉണ്ട്. ഇതിൽ നിന്നൊക്കെയാണ് അദ്ദേഹം എന്ത് ചെയ്തത്? ഫൈനൽ ഡിസിഷനിലേക്ക് എത്തിയിരുന്നത്. അടുത്ത പ്രധാനപ്പെട്ട ഒരാളാണ് ലെവ് വൈഗോട്സ്കി. ലെവ് വൈഗോട്സ്കി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അദ്ദേഹത്തിൻ്റെ ഏരിയാസ് എല്ലാം പഠിച്ചു വയ്ക്കുക. Lev Vygotsky believed that cognitive development is. So, according to Vygotsky, what is cognitive development? അതാണ് ചോദിക്കുന്നത്. വൈഗോട്സ്കിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്? ഈസ് ഡിസ്കണ്ടിന്യൂസ് ഇൻ നേച്ചർ. എപ്പോഴും ഡെവലപ്മെൻറ്റ് ഡിസ്കണ്ടിന്യൂസ് എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ ഓപ്ഷൻ ഓൾറെഡി അങ്ങ് എന്ത് ചെയ്യുക? എലിമിനേറ്റ് ചെയ്യുക. അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. സോ ഡിസ്കണ്ടിന്യൂസേ അല്ല. റിസൾട്ട്സ് ഡയറക്ട്ലി ഫ്രം ജനറ്റിക് അൺഫോൾഡിങ് അല്ലേ അല്ല. ഡയറക്റ്റ്ലി ജനറ്റിക്കലിൽ നിന്ന് മാത്രം, അല്ലെങ്കിൽ ജനറ്റിക്കിൽ നിന്ന് മാത്രം, പാരമ്പര്യമായി മാത്രം കിട്ടുന്ന ഒന്നല്ല നമ്മുടെ ബിഹേവിയറോ അല്ലെങ്കിൽ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റോ എന്നൊക്കെ പറയുന്നത്. സി റിസൾട്ട്സ് ഡയറക്ട്ലി ഫ്രം ബയോളജിക്കൽ മെച്ചുറേഷൻ, ആൻഡ് ഡി റിസൾട്ട് ഡയറക്ട്ലി ഫ്രം സോഷ്യൽ ഇൻറ്ററാക്ഷൻ ആൻഡ് കൾച്ചറൽ ടൂൾസ്. എപ്പോഴും വൈഗോട്സ്കിയുടെ പേര് നമ്മൾ അസോസിയേറ്റ് പറയുന്നത് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറയുന്ന പേരാണ് ലെവ് വൈഗോട്സ്കി. അങ്ങനെ നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ ഇവിടുത്തെ ആൻസർ എന്തായിട്ട് വരും? യെസ്, ഡി റിസൾട്ട്സ് ഡയറക്ട്ലി ഫ്രം സോഷ്യൽ ഇൻറ്ററാക്ഷൻ ആൻഡ് കൾച്ചറൽ ടൂൾസ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു സോഷ്യൽ പ്രോസസ്സാണ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. കുട്ടി തൻ്റെ ചുറ്റുപാടുമായിട്ട് എന്ത് ചെയ്യുന്നു? ഇടപഴകുന്നതിലൂടെ അറിവ് സ്വായത്തമാക്കുന്നു, അല്ലെങ്കിൽ കുട്ടിയുടെ തന്നെ കോഗ്നിറ്റീവ്സ് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് നടത്തുന്നു. അപ്പോൾ ഈ ലേണിംഗ് എന്ന് പറയുന്നത് ഒരു പെട്ടെന്നൊരു മൊമെൻറ്റിൽ ഉണ്ടാവുന്നതല്ല. അതൊരു സോഷ്യൽ ഇൻറ്ററാക്ഷനിലൂടെയും മോർ നോളജബിൾ അതർ, അവിടെ നമ്മൾ ഏറ്റവും ഓർത്ത് വയ്ക്കേണ്ട പേരാണ് ടേമാണ് മോർ നോളജബിൾ അതർ. കുട്ടിയേക്കാൾ അറിവുള്ള മറ്റൊരാൾ, അത് ടീച്ചറാവാം, അല്ലെങ്കിൽ തൻ്റെ ഫെല്ലോ ആയിട്ടുള്ള കുട്ടിയാവാം, ആര് വേണോ ആവാം, ഇവിടെ എന്ത് വേണോ ആവാം. അങ്ങനെ ഒരു ഫെല്ലോ അല്ലെങ്കിൽ മോർ നോളജബിൾ അതറിൽ നിന്ന് അവരോടുള്ള ഇൻട്രാക്ഷനിലൂടെയാണ് കുട്ടിയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് നടത്തുന്നത്. അങ്ങനെ ഒരു സോണുണ്ട്. ആ സോണാണ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ആ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് ഇപ്പോൾ ഉള്ളൊരു ലെവലും ഉണ്ട്, കുട്ടിക്ക് മറ്റൊരാളുടെ ഹെൽപ്പോട് കൂടി എത്താൻ കഴിയുന്ന ഒരു ലെവലും ഉണ്ട്. ആ ലെവലിലേക്ക് എത്തുന്നതിനിടയ്ക്കുള്ള സ്പേസാണ് നമ്മൾ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ്, മോർ നോളജബിൾ അതർ, ഇത് ഈ പറയുന്ന സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം, ഇതൊക്കെ മുന്നോട്ട് വെച്ച വ്യക്തിയാണ് ലെവ് വൈഗോട്സ്കി. അടുത്ത ചോദ്യം, സെക്സ് ഈസ് ഡാഷ് വൈൽ ജെൻഡർ ഈസ് വാട്ട്. നമ്മൾ പഠിക്കുമ്പോൾ ഒക്കെ പെട്ടെന്ന് കേട്ട് വരുന്ന ഒരു നമ്മുടെ പെഡഗോജിയിലോ അല്ലെങ്കിൽ നമ്മുടെ സൈക്കോളജിക്കൽ കുട്ടികളുടെ ചൈൽഡ് ഡെവലപ്മെൻറ്റ് തിയറീസിലൊക്കെ പറയുന്ന ഒന്നാണ് സെക്സ് ഈസ് ഡാഷ് ആൻഡ് വൈൽ ജെൻഡർ ഈസ് ഡാഷ്. സോഷ്യൽ, കൾച്ചറൽ ആൻഡ് ബയോളജിക്കൽ, സോഷ്യലി കൺസ്ട്രക്റ്റഡ്, സി കൾച്ചറൽ സോഷ്യൽ, ഡി സോഷ്യലി കൺസ്ട്രക്റ്റഡ് ബയോളജിക്കൽ. ശരിക്കും എല്ലാവരുടെയും വിചാരമുണ്ട് സെക്സ് ആൻഡ് ജെൻഡർ ഈസ് കോമൺ സിമിലർ. ആക്ച്വലി രണ്ടും സിമിലർ അല്ല. ദേ ആർ വെരി ഡിസ്റ്റിങ്ക്റ്റ് ഇൻ ക്യാരക്ടർ. ഒരു ഫീച്ചേഴ്സിൽ ഭയങ്കര വ്യത്യാസമുള്ള സാധനമാണ് സെക്സ് ആൻഡ് ജെൻഡർ. സെക്സ് എന്ന് പറയുന്നത് ഒരാൾ സ്ത്രീയാണോ പുരുഷനാണോ
ഒരു ഫിസിക്കലി നമ്മൾ അവരുടെ ബോഡി വച്ചിട്ട്, അതായത് ബയോളജിക്കലി അയാൾ സ്ത്രീയാണോ പുരുഷനാണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണ് സെക്സ് എന്ന് പറയുന്നത്. എന്നാൽ ജെൻഡർ അങ്ങനെയല്ല. ജെൻഡർ എന്ന് പറയുന്നത് സ്ത്രീകളായാൽ ഇങ്ങനെ ആയിരിക്കണം, പുരുഷനായാൽ ഇങ്ങനെ ആയിരിക്കണം, കുട്ടികളായാൽ ഇങ്ങനെ ആയിരിക്കണം, മുതിർന്നവരായാൽ അങ്ങനെ ആയിരിക്കണം എന്ന് നമ്മുടെ സോഷ്യലി കുറച്ച് നോംസ് ഇവിടെ അൺഅക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളും അതിനിടയിലുണ്ട്. അപ്പോൾ ജെൻഡർ ക്രിയേറ്റ് ചെയ്യുന്നത് സൊസൈറ്റിയാണ്, നമ്മുടെ സമൂഹമാണ്. സ്ത്രീകളായാൽ ഇന്ന ജോലി ചെയ്യണം, പുരുഷന്മാരായാൽ ഇന്ന ജോലി ചെയ്യണം, പുരുഷന്മാരായാൽ കരയാൻ പാടില്ല, സ്ത്രീകളാണെങ്കിൽ വീക്കാണ്, പുരുഷന്മാരാണെങ്കിൽ സ്ട്രോങ് ആണ്, ഇങ്ങനത്തെ ഒരുപാട് ടാബൂസ് ഒക്കെ നമുക്കിവിടെ നിലനിൽക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ സെക്സുമായി അല്ലെങ്കിൽ നമ്മൾ ബയോളജിക്കലി സ്ത്രീ പുരുഷൻ എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷനുമായി ബന്ധമുള്ള ഒന്നേ അല്ല. അത് കംപ്ലീറ്റ്ലി പ്യുവർലി ദാറ്റ് ഈസ് ജെൻഡർ ബേസ്ഡ്, അതായത് ജെൻഡർ ബയാസ് ആണെന്ന് കൂടി നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് ഇത്രയും പറഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. സെക്സ് ഈസ് ബയോളജിക്കൽ, ജെൻഡർ ഈസ് സോഷ്യലി കൺസ്ട്രക്റ്റഡ്. യെസ്. അപ്പോൾ നമ്മുടെ എഡ്യൂക്കേഷൻ സൈക്കോളജി അനുസരിച്ച് സെക്സ് എന്ന് പറയുന്നത് ആ കുട്ടി എന്താണ്, മെയിലാണോ ഫീമെയിലാണോ, ക്രോമസോംസും അനോട്ടമിയൊക്കെ വെച്ച് നമ്മൾ ഫീമെയിലാണോ മെയിലാണോ എന്ന് പറയുന്നതാണത്. അതേസമയം ജെൻഡർ എന്ന് പറയുന്ന മറ്റൊരു കോൺസെപ്റ്റാണ്. ദാറ്റ് ഇസ് എ കോൺസെപ്റ്റ്. ആ ജെൻഡർ എന്ന് പറയുന്നത് ഒരു സോഷ്യലി കൺസ്ട്രക്റ്റ് ആയിട്ടുള്ള റോൾസ്, ബിഹേവിയേഴ്സ്, എക്സ്പ്രഷൻസ്, ഐഡൻറ്റിറ്റീസ് ഒക്കെയാണ്. അല്ലെങ്കിൽ ഇതാണ് സ്ത്രീകൾക്ക് ചേരുന്നത്, ഇതാണ് പുരുഷന് ചേരുന്നതെന്ന് സൊസൈറ്റി പറയുന്ന കുറച്ച് റൂൾസ് ആൻഡ് നോംസ് ആണ് ജെൻഡർ എന്ന് പറയുന്നതിനെ ഡിഫൈൻ ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ഡെസ്കാൽക്കുലിയ. ഇതൊരു മറ്റൊരു പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ്. നമ്മുടെ ലേണിംഗ് ഡിസബിലിറ്റീസുമായി ബന്ധപ്പെട്ട് വരുന്ന ഇത്തരത്തിലുള്ള ഡിസബിലിറ്റീസ് ഒന്ന് നോക്കി വയ്ക്കുക. ഡെസ്കാൽക്കുലിയ എന്താണ്, ഡിസ്ലെക്സിയ എന്താണ്, ഡിസ്ഗ്രാഫിയ എന്താണ്, ഇതൊക്കെ പ്രധാനപ്പെട്ടതാണ്. ഇതൊക്കെ ജസ്റ്റ് നമുക്ക് പെട്ടെന്ന് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയയും കൂടിയാണ്. ഡിസ്കാൽക്കുലിയ ഇസ് ഈസിലി ഐഡൻറ്റിഫയബിൾ എന്താണെന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ പറ്റും. ബിക്കോസ് കാൽക്കുലേറ്റർ ഈസ് അസോസിയേറ്റഡ് വിത്ത് മാത്തമാറ്റിക്സ്. സോ നമുക്ക് ഓപ്ഷൻ നോക്കാം. എ, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. B, performing mathematical calculations. C, critical thinking and reasoning. And D, reading written text and decoding words. Actually, the calculation is associated with the maths, so it is performing mathematical calculation. ഇതിൽ എന്തിനുള്ള ഡിഫിക്കൽട്ടിയാണ് ഉദ്ദേശിക്കുന്നത്? മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് പെർഫോം ചെയ്യുന്നതിനുള്ള ഒരു ഡിഫിക്കൽട്ടിയാണ് ഡിസ്കാൽക്കുലിയ എന്ന് പറയുന്ന ലേണിംഗ് ഡിസബിലിറ്റി. അപ്പം നമ്മൾ നോക്കി വയ്ക്കേണ്ട മറ്റ് പ്രധാനപ്പെട്ടതാണ് ഡിസ്ലെക്സിയ. ഡിസ്ലെക്സിയ എന്താണ്? റീഡിങ്ങുമായിട്ട് ഒരു കുട്ടിക്ക് അക്ഷരങ്ങൾ കോർത്തിണക്കി അല്ലെങ്കിൽ ശരിയായ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, വായിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആ കുട്ടിക്ക് എന്തുണ്ടെന്ന് മനസ്സിലാക്കുക, ഡിസ്ലെക്സിയ ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഡിസ്ഗ്രാഫിയ ആണെങ്കിൽ എഴുതുന്നത് തിരിഞ്ഞു പോവുക. നമ്മളെ കണ്ടിട്ടില്ലേ, സിക്ക് ഡി പോലെ എഴുതുക, ഡിയെ തിരിച്ചെഴുതുക, അങ്ങനത്തെ കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ വരുത്താറുണ്ട്. ഈ 3യെ നമ്മൾ തിരിച്ചിങ്ങോട്ട് ഇപ്പുറത്തെ ലെഫ്റ്റ് സൈഡിലേക്ക് എഴുതുക, ഇങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഈ ഡിസ്ഗ്രാഫിയ പോലുള്ള കുട്ടികളിൽ ഉണ്ടാവുന്നതാണ്. ഇതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഒരു ടീച്ചർ എന്ന് ഐഡൻറ്റിഫൈ ചെയ്തതിന് റെമഡീസ് കൊടുക്കുക. അടുത്ത ചോദ്യം, അറ്റ് വിച്ച് സ്റ്റേജ് ഓഫ് ലോറൻസ് കോൾബർഗ്, വീണ്ടും കോൾബർഗ് ആണ്, ലോറൻസ് കോൾബർഗ് മോറൽ ഡെവലപ്മെൻറ്റ് ടു ഇൻഡിവിജ്വൽസ് ബിലീവ് ദാറ്റ് സൊസൈറ്റി നീഡ്സ് ടു അപ്ഡേറ്റ് റൂൾസ് ഡൈനാമിക്കലി ഫോർ ദ ജനറൽ വെൽഫെയർ. നമ്മുടെ ലോറൻസ് കോൾബർഗിൻ്റെ പ്രധാനപ്പെട്ട 3 സ്റ്റേജിലായിട്ടാണ് അദ്ദേഹം മോറൽ ഡെവലപ്മെൻറ്റ് പറയുന്നത്. ആ 3 സ്റ്റേജിനെയും വീണ്ടും സബ് കാറ്റഗറൈസ് ഒക്കെ ചെയ്യുന്നുണ്ട്, 2 വീതമായിട്ട്. അതിലേതിലാണ് ടു ഇൻഡിവിജ്വൽസ് ബിലീവ് ദാറ്റ് സൊസൈറ്റി നീഡ്സ് ടു അപ്ഡേറ്റ് റൂൾസ്, ഇതിലേത് സ്റ്റേജിലാണ് ഇൻഡിവിജ്വൽസിനൊരു വിശ്വാസം വരുന്നത്, അതായത് സൊസൈറ്റി അപ്ഡേറ്റ് ചെയ്യണ റൂൾസ്. അതുവരെ നമ്മൾ എന്തായിരിക്കും, സൊസൈറ്റിയുടെ റൂൾസിനെ അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരുടെ റൂൾസിനെ നമ്മൾ ഒബേ ചെയ്ത് ഒബീഡിയൻ്റ് ആയിട്ട് ഒരു ഗുഡ് ഗേൾ ഗുഡ് ബോയ് ഒക്കെ ആയിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ പക്ഷേ കുറേ നേരം കഴിഞ്ഞതിന് കുറേ നാൾക്ക് ശേഷം നമ്മളിപ്പോൾ അഡൾട്ട്സ് ആയതിനു ശേഷം നമുക്ക് മനസ്സിലാവില്ലേ, ചില റൂൾസ് ഒന്നും ചിലതും പാലിക്കേണ്ടതല്ല, അതൊക്കെ മാറ്റേണ്ടതാണ്. ഹ്യൂമാനിറ്റിക്ക് നല്ലതല്ലാത്ത ഒരുപാട് റൂൾസും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫോളോ ചെയ്യുന്നുണ്ട്. സോ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് എപ്പോഴാണ് അങ്ങനെ ഒരു ചിന്ത നമ്മളിലേക്ക് വരുന്നത്, ഇതിലേത് സ്റ്റേജിലാണ് സൊസൈറ്റി നീഡ്സ് ടു അപ്ഡേറ്റ് റൂൾസ് ഡൈനാമിക്കലി ഫോർ ദ ജനറൽ വെൽഫെയർ, എല്ലാവരുടെയും ഒരു വെൽഫെയറിന് വേണ്ടി ഈ റൂൾസ് മാറ്റണം എന്ന ചിന്ത എപ്പോൾ വരുന്നു, അത് ഏത് സ്റ്റേജിലാണെന്നാണ്. ഗുഡ് ബോയ് ഗുഡ് ഗേൾ ഓറിയൻറ്റേഷനിലാണോ, സോഷ്യൽ കോൺട്രാക്ട് ഓറിയൻറ്റേഷനിലാണോ, സോഷ്യൽ ഓർഡർ മെയിൻറ്റെയിനിങ് ഓറിയൻറ്റേഷനിലാണോ, ഒബീഡിയൻസ് ആൻഡ് പണിഷ്മെൻറ്റ് ഓറിയൻറ്റേഷനിലാണോ എന്നാണ് ചോദ്യം. ഇവിടുത്തെ ആൻസർ ബി, സോഷ്യൽ കോൺട്രാക്ട് ഓറിയൻറ്റേഷനിലാണ്. ഈ സോഷ്യൽ കോൺട്രാക്ട് എന്ന് പറയുമ്പോഴത്തേക്കും ഇതിൽ ഏകദേശം നമ്മുടെ 5ാമത്തെ സ്റ്റേജ്, നമ്മുടെ പോസ്റ്റ് കൺവെൻഷണൽ മൊറാലിറ്റിയിലുള്ള, നമുക്കറിയാം പ്രീ കൺവെൻഷണൽ മൊറാലിറ്റി, കൺവെൻഷണൽ മൊറാലിറ്റി, ദെൻ പോസ്റ്റ് കൺവെൻഷണൽ മൊറാലിറ്റി എന്നിങ്ങനെയാണ് അദ്ദേഹം 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഉറപ്പായിട്ടും എക്സാമിന് പോകുന്നതിന് മുമ്പ് അത് 3 പഠിക്കുക. ഉടനെ തന്നെ അതിൻ്റെ ഒരു വീഡിയോ ഗ്രൂപ്പ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ പറയുന്ന 5ാമത്തെ പോസ്റ്റ് കൺവെൻഷണൽ മൊറാലിറ്റിയിൽ ഉൾപ്പെടുന്ന സ്റ്റേജാണ് സോഷ്യൽ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്.
ഇവിടെയാണ് ഇൻഡിവിജ്വൽസ് എന്ത് ചെയ്യുന്നു, ലോസും റൂൾസും ഒക്കെ ഫ്ലെക്സിബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. അതായത് ഇത് ചേഞ്ച് ചെയ്യണം. ചിലപ്പോൾ നമ്മുടെ വെൽഫെയറിനല്ല എന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ കുറച്ച് മുമ്പ് സോഷ്യൽ ഒബീഡിയൻസ് എന്നൊക്കെ പറയുന്നത് നമ്മൾ അതിനെ ഒബേ ചെയ്യുന്നു, സോഷ്യൽ കോൺട്രാക്റ്റിനെ ഒബേ ചെയ്തു പോകുന്നു. പക്ഷെ ഒബേ ചെയ്ത് ഒരു പോയിന്റ് എത്തുമ്പോൾ നമ്മൾ വിചാരിക്കുന്നു എന്താണ്, ഇതിങ്ങനെയല്ല, ഇതിനെ നമ്മൾ റീവർക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്, ഇത് സൊസൈറ്റിക്ക് നല്ലതല്ല എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ അതിനെ റീ ഇവാലുവേറ്റ് ചെയ്യേണ്ടതിൻ്റെയും മാറ്റപ്പെടേണ്ടതിൻ്റെ ആവശ്യമുണ്ടെന്ന് കണ്ടെത്തുന്നത് പോസ്റ്റ് കൺവെൻഷണൽ മൊറാലിറ്റിയിലാണ്. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ആ 3 ഓപ്ഷനാണ് വരുന്നതെങ്കിൽ, കൺവെൻഷണൽ, പ്രീ കൺവെൻഷണൽ, പോസ്റ്റ് കൺവെൻഷണൽ എന്ന രീതിയിലാണ് വരുന്നതെങ്കിൽ ഇത്തരത്തിലുള്ള ചിന്ത വളരുന്നത് പോസ്റ്റ് കൺവെൻഷണൽ മൊറാലിറ്റിയിലാണ്. അതിനകത്ത് സോഷ്യൽ കോൺട്രാക്റ്റ് ലീഗ് എന്ന് പറയുന്ന ഓറിയൻറ്റേഷനിലാണ് ഇത് ഉൾപ്പെടുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. Which of the following practices will hinder the successful inclusion of students with special needs in a regular classroom? നമുക്ക് താഴെ കൊടുത്തിരിക്കുന്നതിൽ നമ്മുടെ ഇൻക്ലൂഷൻ, നമ്മളിപ്പോൾ പറയുന്നതാണ് നമുക്ക് എന്താണ് വേണ്ടത്, ഇൻക്ലൂഷനാണ്, അല്ലെങ്കിൽ കുട്ടികളെ എല്ലാവരെയും കൂടെ ഉൾപ്പെടുത്തുന്ന ഒരു ഇൻ്റഗ്രേഷനേക്കാൾ കൂടുതൽ നമുക്ക് വേണ്ടത് എന്താണ്, ഇൻക്ലൂഷൻ. അവരെയും കൂടി നോർമലായി പരിഗണിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി ഇൻഡിവിജ്വൽ ഡിഫറൻസിനെ കൺസിഡർ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. ആ പറയുന്ന ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ്റെ ഹിൻഡറായിട്ട് ഒരു തടസ്സമായി, ഹിൻഡർ മീൻസ് ഒരു തടസ്സമാണ്, ആ പറയുന്ന തടസ്സമായിട്ട് നിൽക്കുന്നത് എന്താണ്, ഇതിൽ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ്? ഓപ്ഷൻ എ, പ്രൊവൈഡിങ് മൾട്ടി ലെവൽ ഇൻസ്ട്രക്ഷൻ ആൻഡ് ആൾട്ടർനേറ്റീവ് അസസ്മെൻറ്റ്സ്. B, standardized uniform curriculum with a rigid assessments using assistive technologies and multi-sensory teaching, and fostering an empathetic and peer-supported classroom culture. ഇവിടെ നോക്കൂ, പ്രൊവൈഡഡ് മൾട്ടി ലെവൽ ഇൻസ്ട്രക്ഷൻ ആൻഡ് ആൾട്ടർനേറ്റീവ് അസസ്മെൻറ്റ്സ്. അത് ശരിക്കും എല്ലാ കുട്ടികൾക്കും വേണ്ടതാണ്, ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉള്ളവർക്കൊക്കെ വേണം, മൾട്ടി ലെവൽ ഇൻസ്ട്രക്ഷൻ വേണം. സ്റ്റാൻഡേർഡൈസ്ഡ് യൂണിഫോം കരിക്കുലം, there you have to underline that, യൂണിഫോം കരിക്കുലം എല്ലാ കുട്ടികൾക്കും ചേരുന്നതല്ല. ഇപ്പോൾ ഒരേ കരിക്കുലം 10 കുട്ടികളുണ്ടെങ്കിൽ 10 കുട്ടികളും ഡിഫറെൻ്റ് ആയിരിക്കും. ആ യൂണിഫോം കരിക്കുലം റിജിഡ് ആയിട്ടുള്ള, കുറച്ച് റൂഡായിട്ടുള്ള, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തേ മതിയാകൂ എന്ന് പറയുന്ന അസസ്മെൻറ്റ്സും ഇൻക്ലൂഷനിൽ ചേരില്ല. അടുത്തത് നോക്കി, യൂസിങ് അസിസ്റ്റീവ് ടെക്നോളജീസ്, അത് വേണം. മൾട്ടി സെൻസറി ടീച്ചിങ് വേണം. പിന്നെ എംപത്തറ്റിക് ആൻഡ് പിയർ സപ്പോർട്ട് ക്ലാസ് റൂം കൾച്ചറൊക്കെ വേണം. അപ്പോൾ ഇവിടുത്തെ ആൻസർ, അതിനെ ഹിൻഡർ ചെയ്യുന്നത് ബി ആണ്. എപ്പോഴും ഫ്ലെക്സിബിൾ ആയിരിക്കണം, നമ്മുടെ കരിക്കുലം എന്തായിരിക്കണം, ഫ്ലെക്സിബിൾ ആയിരിക്കണം. സോ ആൻസർ ഈസ് സ്റ്റാൻഡർഡൈസ്ഡ് യൂണിഫോം കരിക്കുലം വിത്ത് റിജിഡ് അസസ്മെൻറ്റ്സ്. ഇതിന് തടസ്സം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ റിക്വയർസ് ഫ്ലെക്സിബിലിറ്റി ഇൻ കരിക്കുലം, pedagogy and assessment to accommodate diverse learner profiles, that means individual differences. A rigid one-size-fits-all curriculum creates barrier for students with special needs and hinders inclusion. എല്ലാവർക്കും ഒരേ തരത്തിലുള്ള സിലബസ് കൊടുക്കുന്ന അല്ലെങ്കിൽ കരിക്കുലം കൊടുക്കുന്നത് വഴി ഇൻഡിവിജ്വൽ ഡിഫറൻസ് തന്നെ നമ്മൾ അവിടെ എന്ത് ചെയ്യുകയാണ്, നെഗ്ലക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ദ കരിക്കുലം ഷുഡ് ബി ഫ്ലെക്സിബിൾ. പെഡഗോജി ആൻഡ് അസസ്മെൻറ്റ് ഓൾസോ ഷുഡ് ബി ഫ്ലെക്സിബിൾ. ആൻഡ് ദി 9th question, which of the following set of attributions for failure on a task is likely to motivate a student for future attempts? ഈ താഴെ കൊടുത്തിരിക്കുന്ന കുറച്ച് സെറ്റ് ഓഫ് ആട്രിബ്യൂഷൻസ് ഓർ ഫെയിലിയേഴ്സ് ഉണ്ട്. ഈ പറയുന്നതിൽ ഇതിലേതായിരിക്കും കുട്ടികളെ ഫ്യൂച്ചർ അറ്റംപ്റ്റ്സിലേക്ക് മോട്ടിവേറ്റ് ചെയ്യുന്നത്? അതായത് കുട്ടികൾക്ക് എന്ത് ചെയ്തു, ഫെയിലിയർ ഉണ്ടായി, ആ ഫെയിലിയറിൽ കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യുന്നു, ഇല്ല കുഴപ്പമില്ല മറ്റൊരു ഫ്യൂച്ചർ അറ്റംപ്റ്റ് നടത്താൻ വേണ്ടി കുട്ടിയെ ക്യാപ്പബിൾ ആക്കുന്നതിൽ ഏതാണ് എന്നാണ് ചോദ്യം. എ, I didn't put enough effort this time, although I am capable. ഞാൻ ക്യാപ്പബിൾ ആണെങ്കിലും ഞാൻ എന്ത് ചെയ്തില്ല, ഇത്തവണ ഗുഡ് എഫേർട്ട് പുട്ട് ചെയ്തിട്ടില്ല. ബി, ദിസ് പെർട്ടിക്കുലർ എക്സാം ഫാൾസ് ഓൺ ട്യൂസ്ഡേ ആൻഡ് ട്യൂസ്ഡേ ഈസ് മൈ അൺലക്കി ഡേ. കുട്ടിയുടെ ഒരു തെറ്റായ ഒരു വിശ്വാസമാണ് ഇങ്ങനെ, ഈ ട്യൂസ്ഡേ ആണ് ഈ എക്സാം വന്നത്, അതുകൊണ്ടാണ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റാത്തത്, എഴുതാൻ പറ്റാത്തത്, ബിക്കോസ് ട്യൂസ്ഡേ ഈസ് അൺലക്കി ഫോർ മീ. ആൻഡ് സി, ഐ എം നോട്ട് ഇൻ്റലിജൻറ്റ് ആൻഡ് ഇൻ്റലിജൻസ് ഈസ് കംപ്ലീറ്റ്ലി ഫിക്സഡ് എന്നൊക്കെ വിചാരിക്കുന്നു. Then D, the teacher was biased against me and dislikes me. ഈ ഓപ്ഷൻ വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇവിടെ ദിസ് പർട്ടിക്കുലർ എക്സാം ഫോൾസ് ഓൺ ബി. ഓപ്ഷൻ ബി നോക്കൂ, അത് തെറ്റായ ഒരു ധാരണയാണ്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഫ്യൂച്ചറിൽ കുട്ടിക്ക് വീണ്ടും ട്യൂസ്ഡേ ഒരു എക്സാം വന്നാൽ ആ കുട്ടി വീണ്ടും ഇത് തന്നെ ആലോചിക്കുക. സോ ബി ഈസ് റോങ് ആൻസർ. ഐ എം നോട്ട് ഇൻ്റലിജൻറ്റ്. ശരിക്കും അങ്ങനെയാണോ? ഇൻ്റലിജൻസ് ഒരാൾ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. മാത്രമല്ല നമ്മൾ പറഞ്ഞു, നേരത്തെ നമ്മൾ പറഞ്ഞതാണ് ഇൻ്റലിജൻസ് പല തരത്തിലുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു ഇൻ്റലിജൻസ് എങ്കിലും ആ കുട്ടിക്ക് ഉണ്ടായിരിക്കാം, പക്ഷേ ആ കുട്ടി ചിന്തിക്കുന്നു ഇൻ്റലിജൻസ് ഈസ് കംപ്ലീറ്റ്ലി ഫിക്സഡ്. അതുമല്ല. ദ ടീച്ചർ വാസ് ബയാസ്ഡ് അഗെയിൻസ്റ്റ് മീ ആൻഡ് ഡിസ്ലൈക്സ് മീ. അതും തെറ്റായ ധാരണയാണ്. ടീച്ചർ എന്നോട് ബയാസ്ഡ് ആയിരുന്നു, അതായത് കുട്ടി തോറ്റപ്പോൾ ഇങ്ങനെയുള്ള കാരണങ്ങൾ കണ്ടെത്തുകയാണ്. അപ്പോൾ ഈ കാരണങ്ങളെല്ലാം, ഈ ഫെയിലിയേഴ്സിനുള്ള ഈ കാരണങ്ങളെല്ലാം തെറ്റാണ്. പക്ഷേ കുട്ടിയെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു കാരണമാണ് ഐ ഡിഡ്ന്റ് പുട്ട് എനഫ് എഫേർട്ട് ദിസ് ടൈം. യെസ്,
ഇത്തവണ ഞാൻ തോറ്റിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റീസൺ എന്താണ്? ഞാൻ കാര്യമായിട്ടുള്ള എഫേർട്സ് എടുത്തിട്ടില്ല. സോ ഞാൻ ക്യാപ്പബിൾ ആണ്, പക്ഷെ നെക്സ്റ്റ് ടൈം ഐ ഹാവ് ടു ഐ ഹാവ് ടു ഗീവ് മോർ എഫേർട്സ്. സോ ആ ഒരു ഇതാണ് എല്ലാ കുട്ടികളും നമ്മൾ വളർത്തേണ്ടത്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ എ. ഐ ഡിഡൻറ്റ് പുട്ട് എനഫ് എഫേർട്ട് ദിസ് ടൈം ഓൾദോ ഐ ആം ക്യാപ്പബിൾ. ബാക്കിയെല്ലാം നമ്മൾ പറയുന്ന പോലെ പുറത്തേക്കുള്ളൊരു ആട്രിബ്യൂഷനാണ്. ഇതിവിടെ നമ്മൾ ഇൻറ്റേർണലി തന്നെ എന്ത് ചെയ്യുന്നു, ഫിക്സ് ചെയ്യുകയാണ്. ഇൻറ്റേർണലി തന്നെ എനിക്ക് ക്യാപ്പബിലിറ്റി ഉണ്ട്, പക്ഷെ ഞാൻ ഇത്തവണ എന്ത് ചെയ്തിട്ടില്ല, എഫേർട്ട് ഇട്ടിട്ടില്ല. ബാക്കിയെല്ലാം നമ്മൾ പുറത്തൊരെണ്ണത്തിൽ ഫിക്സ് ചെയ്യുന്നു. ടീച്ചറിന് എന്നോട് ഇഷ്ടമല്ല, അല്ലെങ്കിൽ ഇൻ്റലിജൻസ് എനിക്കില്ല, അതും അല്ലെങ്കിൽ ഇന്നൊരു അൺലക്കി ഡേ ആണ്, അങ്ങനത്തെ രീതിയിൽ നമ്മൾ കണക്ട് ചെയ്ത് പോകുന്നത് ഒരു ബാഡ് ബിഹേവിയർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, പ്രൈമറി സോഷ്യലൈസേഷൻ. എന്താണ് പ്രൈമറി സോഷ്യലൈസേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതാണ് ഇവിടെ ചോദ്യം. ചിൽഡ്രൻ ബിഗിനിങ് ടു അറ്റൻഡ് സ്കൂൾ ആൻഡ് ഫോർമൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, socialization taking place during infancy with the family, and learning societal norms through media and peer groups, workplace socialization during early employment. ഇതിൽ പ്രൈമറി സോഷ്യലൈസേഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്കറിയാം സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത് മറ്റുള്ളവരുമായുള്ള ഇടപെടലാണ്. അപ്പോൾ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ജനിച്ച് വീഴുന്നത് നമ്മളെല്ലാവരും ഒറ്റയ്ക്കാണെന്ന് പറയുന്ന പോലെ ശരിക്കും അത് ശരി തന്നെയാണ്. നമ്മളല്ലാതെ ഇടപെടുന്ന എല്ലാവരും നമ്മളുടെ സോഷ്യലൈസേഷൻ എന്ന് പറയുന്ന പാർട്ടിൽ ഉൾപ്പെടുന്നു. അപ്പോൾ കുടുംബവും നമ്മുടെ അതിൽ തന്നെയാണ് ഉൾപ്പെടുന്നത്. ശരിക്കും കുടുംബമാണ് കുട്ടി ആദ്യം കാണുന്ന സൊസൈറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നല്ലൊരു അച്ഛനും അമ്മയും സഹോദരനും സഹോദരിയും അപ്പൂപ്പനും അമ്മമ്മയും ഒക്കെ അവിടെ ഉണ്ടാവണമെന്ന് പറയുന്നത്. കുട്ടിയുടെ ഡെവലപ്മെൻറ്റിന് വളരെയധികം സ്വാധീനം ചെലുത്തും. അപ്പോൾ ഈ ചോദ്യത്തിൽ നമുക്ക് ചോദിക്കുന്നത് അത് തന്നെയാണ്. പ്രൈമറി സോഷ്യലൈസേഷൻ എന്താണ്? കുട്ടി വീട് കഴിഞ്ഞിട്ടാണ് സ്കൂളിലേക്ക് പോകുന്നത്, സ്കൂളും കഴിഞ്ഞിട്ടാണ്, സ്കൂളിൽ നിന്നാണ് കുട്ടി പിയർ ഗ്രൂപ്പ്സിലേക്ക് എത്തുന്നത്, അവിടെ നിന്നാണ് അടുത്ത് വർക്ക് പ്ലേസിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇവിടെ നടക്കുന്ന പ്രൈമറി സോഷ്യലൈസേഷൻ എവിടെയായിരിക്കും? യെസ്, ഇറ്റ് വിൽ ബി ഇൻ സോഷ്യലൈസേഷൻ ടേക്കിംഗ് പ്ലേസ് ഡ്യൂറിങ് ഇൻഫൻസി വിത്ത് ദി ഫാമിലി. എപ്പോഴും പ്രൈമറി സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത് കുഞ്ഞു പ്രായത്തിൽ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ വീടുമായി ഫാമിലിയുമായി ഉണ്ടാവുന്നതാണ്. അവിടെ നിന്നാണ് ബേസിക് വാല്യൂസും ഭാഷയും കൾച്ചറൽ നോംസും ഒക്കെ എന്ത് ചെയ്യുന്നത്, കുട്ടി പഠിക്കുന്നത്. അതിനുശേഷമാണ് മാത്രമേ ഉള്ളൂ സ്കൂളിൻ്റെയും പിയേഴ്സിൻ്റെയും മീഡിയാസിൻ്റെയും ഒക്കെ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. 11ാമത്തെ ചോദ്യം, അക്കോർഡിംഗ് ടു ജീൻ പിയാഷെ, ചിൽഡ്രൻ ഇൻ ദ പ്രീ ഓപ്പറേഷൻ സ്റ്റേജ് സ്ട്രഗിൾ മോസ്റ്റ് വിത്ത്. ഇപ്പോൾ നമ്മൾ ഓൾറെഡി ജീൻ പിയാഷയുടെ ഒരുപാട് ക്വസ്റ്റ്യൻസ് കണ്ടു. അപ്പോൾ ഒരുപാട് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ചോദ്യമാണ് ജീൻ പിയാഷെ എന്ന് പറയുന്നതും അദ്ദേഹത്തിൻ്റെ കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റലായിട്ടുള്ള ഫേസസ്. അതിൽ 2ാമത്തെ ഫേസാണ് പ്രീ ഓപ്പറേഷൻ. നമുക്കറിയാം 1ാമത്തെ സ്റ്റേജ് സെൻസറി മോട്ടോർ സ്റ്റേജാണ്. അപ്പോൾ ഇതിൽ ഈ പറയുന്ന പ്രീ ഓപ്പറേഷനിലെ കുട്ടിക്ക് സ്ട്രഗിൾ വരുന്നത് ഇതിൽ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ്? എ, സിംബോളിക് തോട്ട് ആൻഡ് പ്രിറ്റൻഡ് പ്ലേ, ബി, ഒബ്ജക്റ്റ് പെർമനൻസ് റിറ്റൻഷൻ, സി, കൺസർവേഷൻ ആൻഡ് ഡീസെൻട്രേഷൻ, ഡി, ലാംഗ്വേജ് അക്വിസിഷൻ ആൻഡ് നെയിമിംഗ് ഒബ്ജക്ട്സ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, സെൻസറി മോട്ടോർ സ്റ്റേജിൽ, അതായത് ആദ്യ സ്റ്റേജിൽ കുട്ടിക്ക് ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതയാണ് ഒബ്ജക്റ്റ് പെർമനൻസ്. അത് അവിടെ അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ആ കുട്ടിക്ക് 2ാമത്തെ സ്റ്റേജിൽ ഇത് വരുന്നില്ല. 2ാമത്തെ സ്റ്റേജിൽ കുട്ടി, അതായത് പ്രീ ഓപ്പറേഷൻ സ്റ്റേജിൽ കുട്ടി അച്ചീവ് ചെയ്യുന്ന കാര്യങ്ങളാണ് സിംബോളിക് തോട്ട് ആൻഡ് പ്രിറ്റൻഡ് പ്ലേ, ലാംഗ്വേജ് അക്വിസിഷൻ ആൻഡ് നെയിമിംഗ് ഒബ്ജക്ട്സ്. 2 മുതൽ 7 വയസ്സ് വരെയാണ് സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ കുട്ടി സ്ട്രഗിൾ ചെയ്യാൻ പോകുന്ന ഇതിലായിരിക്കും കൺസർവേഷൻ ആൻഡ് ഡീസെൻട്രേഷൻ. ഇത് വളരുന്നത് 3ാമത്തെ സ്റ്റേജിലാണ്, നമ്മുടെ കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിലാണ് യുക്തിചിന്തയും ഒക്കെ മൂർത്ത ചിന്തനമൊക്കെ വരുന്നത്. ഈ ഏരിയയിലാണ് കൺസർവേഷൻ ആൻഡ് ഡീസെൻട്രേഷൻ. ഒരു വസ്തു ഇപ്പോൾ പാത്രം മാറ്റിയാലും അതിലുള്ള വെള്ളത്തിൻ്റെ അളവ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ് നമ്മൾ സ്ഥിരത ഒരു കൈവരിക്കുന്നത്, ഇങ്ങനത്തെ രീതിയിലുള്ള ചിന്തയിലൊക്കെ സ്ഥിരത കൈവരിക്കുന്നത് 3ാമത്തെ സ്റ്റേജിലാണ്. അപ്പോൾ ഈ കുട്ടി ഇവിടെ സ്ട്രഗിൾ ചെയ്യുന്ന ഏതിലായിരിക്കും? കൺസർവേഷൻ ആൻഡ് ഡീസെൻട്രേഷൻ എന്ന് പറയുന്ന കാര്യത്തിലായിരിക്കും. അപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത്, കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് കൺസർവേഷൻ ആൻഡ് ഡീസെൻട്രേഷൻ ആണ്. നമ്മൾ പ്രീ ഓപ്പറേഷൻ സ്റ്റേജ് 2 മുതൽ 7 വയസ്സ് വരെയാണ്. ഈ സമയത്ത് കുട്ടികളിൽ കൂടുതലുണ്ടാകുന്നത് ഈഗോ സെൻട്രിസമാണ്. അതുപോലെ തന്നെ കൺസർവേഷൻ, ഒരു സാധനം ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരു കുപ്പിയിലിരിക്കുന്ന വെള്ളം പരന്ന പാത്രത്തിൽ ഒഴിച്ചാലും അതിൻ്റെ അളവിന് മാറ്റം വരുന്നില്ല എന്നുള്ള രീതിയിലുള്ള ബേസിക് പ്രോപ്പർട്ടീസ്, അല്ലെങ്കിൽ അങ്ങനത്തെ ചിന്തകളൊന്നും ഈ സ്റ്റേജിൽ വളരുന്നില്ല. അപ്പോൾ കുട്ടി സ്ട്രഗിൾ ചെയ്യുന്നത് ഈ പറഞ്ഞ നമ്മുടെ കൺസർവേഷനിലും ഡീസെൻട്രേഷനിലും ആയിരിക്കും. ഡീസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ആസ്പെക്ട്സ്, ഒരേ കാര്യത്തിൻ്റെ തന്നെ മൾട്ടിപ്പിൾ ആസ്പെക്ട്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഡീസെൻട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ കാര്യത്തിലായിരിക്കും ആ സ്റ്റേജിലെ കുട്ടിക്ക് പ്രശ്നം ഉണ്ടാവുക. അടുത്ത ചോദ്യം, എ പ്രോഗ്രസീവ് ക്ലാസ് റൂം എംബസൈസസ് വിച്ച് ഓഫ് ദ ഫോളോയിങ്. ഇതൊക്കെ നമ്മൾ തന്നെ ചിന്തിച്ച് എഴുതേണ്ട ആൻസേഴ്സാണ്. ഒരു പ്രോഗ്രസീവ് ക്ലാസ് റൂം ഏതിലാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്, എംബസൈസ് ചെയ്യേണ്ടത് ഏതിലാണ്? എ, റോഡ് മെമ്മറൈസേഷൻ ഓഫ് ഫാക്ട്സ് ആൻഡ് ഫോർമുലാസ്,
ബി ടീച്ചർ സെൻട്രിക് ഇൻസ്ട്രക്ഷൻ ആൻഡ് ടെക്സ്റ്റ് ബുക്ക് കൺഫോമിറ്റി. സി ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ആൻഡ് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ്. ഡി കോമ്പറ്റേറ്റീവ് റാങ്കിങ് ആൻഡ് സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റിംഗ്. നമുക്കിതിൽ നിന്ന് ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം. ഓപ്ഷൻ എ നോക്കൂ, റോഡ് മെമ്മറൈസേഷൻ ഓഫ് ഫാക്ട്സ് ആൻഡ് ഫോർമുലാസ്. അതല്ല ഒരു പ്രോഗ്രസീവ് ക്ലാസ്സിൽ വേണ്ടത്. റോഡ് മെമ്മറൈസേഷനൊക്കെ നമ്മൾ കളഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ നമുക്കറിയാം ചെയ്ത് പഠിക്കുകയാണ്, കുട്ടികൾ എക്സ്പെരിമെൻറ്റ്സിലൂടെ സ്വയം അറിവ് കണ്ടെത്തുകയാണ്. അപ്പോൾ ഓപ്ഷൻ എ അല്ല. ബി ടീച്ചർ സെൻട്രിക് എന്ന് പറയുന്ന തോട്ട് തന്നെ ഇപ്പം ഇല്ല. ഇപ്പോൾ സ്റ്റുഡൻറ്റ് സെൻട്രിക് ലേണർ സെൻറ്റർഡ് ഇൻസ്ട്രക്ഷനാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. സി ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ആൻഡ് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ്. യെസ്, പ്രോഗ്രസീവ് ക്ലാസ് റൂമിൽ കുട്ടികളുടെ ആക്റ്റീവ് പാർട്ടിസിപ്പേഷനും എക്സ്പീരിയൻഷ്യൽ പരീക്ഷണാടിസ്ഥാനത്തിൽ നിരീക്ഷണാടിസ്ഥാനത്തിലുള്ള ലേണിങ്ങിനുമാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. ദെൻ ഡി കോമ്പറ്റേറ്റീവ് റാങ്കിങ് ആൻഡ് സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റിംഗ്. ഇതും കുട്ടികളുടെ ഇൻഡിവിജ്വൽ ഡിഫറൻസിനെയൊക്കെ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു രീതിയാണ് കോമ്പറ്റേറ്റീവ് റാങ്കിങ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എ പ്രോഗ്രസീവ് ക്ലാസ് റൂം ഷുഡ് ഹാവ് ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ആൻഡ് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ഫ്രം ദ ലേണർ സൈഡ്. അപ്പോൾ ഇവിടെ നമ്മൾ കൂടുതൽ എംഫസൈസ് ചെയ്യേണ്ടത് ഓപ്ഷൻ സി ആണ്. ഇവിടെ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഈ പറയുന്ന പ്രോഗ്രസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉണ്ടായിരിക്കുന്നത് ജോൺ ഡൂയിയുടെ ലേണിംഗ് ബൈ ഡൂയിങ് എന്ന് പറയുന്ന തിയറിയിൽ നിന്നാണ്. ജോൺ ഡൂയിയുടെ ലേണിംഗ് ബൈ ഡൂയിങ് എന്ന തിയറിയിൽ നിന്നാണ് പ്രോഗ്രസീവ് എഡ്യൂക്കേഷൻ വരുന്നത്. ആ പ്രോഗ്രസീവ് ക്ലാസ് റൂം എപ്പോഴും സ്റ്റുഡൻറ്റ് സെൻട്രിക് ആയിരിക്കും, എൻകറേജിങ് ആയിരിക്കും, ക്രിട്ടിക്കൽ തിങ്കിങ്ങിനെയും പ്രോബ്ലം സോൾവിങ്ങിനെയും കൊളാബറേഷനെയും എക്സ്പീരിയൻസ് ലേണിങ്ങിനെയൊക്കെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു റോഡ് മെമ്മറൈസേഷനേക്കാളും. അങ്ങനെ ഒരു ക്ലാസ് റൂമാണ് ജോൺ ഡൂയിയുടെ പ്രോഗ്രസീവ് എഡ്യൂക്കേഷനിലൂടെ അല്ലെങ്കിൽ ലേണിംഗ് ബൈ ഡൂയിങ് എന്ന് പറയുന്ന ക്ലാസ് റൂം ഉദ്ദേശിക്കുന്നത്. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം, അസസ്മെൻറ്റ് ദാറ്റ് ഈസ് ക്യാരിഡ് ഔട്ട് ഡ്യൂറിങ് ദ ഇൻസ്ട്രക്ഷണൽ പ്രോസസ്സ്. അത് നമ്മൾ ശ്രദ്ധിക്കുക. ഡ്യൂറിങ് ദ ഇൻസ്ട്രക്ഷണൽ പ്രോസസ്സ്, ഒരു അസസ്മെൻറ്റ് നമ്മൾ ഡ്യൂറിങ് ആ ഒരു ഇൻസ്ട്രക്ഷണൽ പ്രോസസ്സ് നടക്കുമ്പോൾ തന്നെ നമ്മൾ ക്യാരി ചെയ്യുന്ന അസസ്മെൻറ്റ് ഏതാണ്? ടു മോണിറ്റർ സ്റ്റുഡൻറ്റ് ലേണിംഗ് ആൻഡ് പ്രൊവൈഡ് ഓൺ ഗോയിങ് ഫീഡ്ബാക്ക് ഈസ് കോൾഡ്. അങ്ങനെയുള്ളൊരു അസസ്മെൻറ്റിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? ഓപ്ഷൻ എ സമ്മേറ്റീവ് അസസ്മെൻറ്റ്, ബി ഫോർമേറ്റീവ് അസസ്മെൻറ്റ്, സി പ്ലേസ്മെൻറ്റ് അസസ്മെൻറ്റ്, ഡി നോം റെഫറൻസ്ഡ് അസസ്മെൻറ്റ്. ഇതിലേതാണത്? എ സമ്മേറ്റീവ് അസസ്മെൻറ്റ് എന്താണെന്ന് നമുക്കറിയാം. സം അറ്റ് ദ എൻഡ്, എല്ലാത്തിനും അവസാനം, എല്ലാം കൂടെ കൂട്ടുക എന്നൊക്കെയല്ലേ സമ്മിൻ്റെ മീനിങ്. അപ്പോൾ എല്ലാം കൂടെ കൂടിക്കഴിഞ്ഞ് അവസാനം വരുന്നതാണ് സമ്മേറ്റീവ് അസസ്മെൻറ്റ്. ബി എന്ന് പറഞ്ഞാൽ ഫോർമേറ്റീവ്, ഫോമിങ് ആ പറയുന്ന ഫോമിങ് സ്റ്റേജിൽ തന്നെ നടക്കുന്നു എന്നൊക്കെ ആലോചിച്ച് വയ്ക്കുക. അത് നടക്കുന്നതാണ് ഫോർമേറ്റീവ് അസസ്മെൻറ്റ്. ഇവിടുത്തെ ആൻസർ അത് തന്നെയാണ്. ഫോർമേറ്റീവ് അസസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നു? കണ്ടിന്യൂസ് ആണ്. ഇതൊരു കണ്ടിന്യൂസ് ഇവാലുവേഷൻ പ്രോസസ്സും കൂടിയാണ്. ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് നടക്കുമ്പോൾ തന്നെ കുട്ടികളുടെ ലേണിംഗ് ഗ്യാപ്പ് എന്തൊക്കെയാണ്, അവരുടെ തെറ്റിദ്ധാരണകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ വാട്ട് ആർ ദ ഏരിയാസ് ഓഫ് ഇമ്പ്രൂവ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്നതാണ് ഫോർമേറ്റീവ് അസസ്മെൻ്റ് എന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ അസസ്മെൻറ്റ് ഫോർ ലേണിംഗ് എന്നും പറയുന്നത്. സമ്മേറ്റീവ് അസസ്മെൻ്റ് ആണ് അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ്. ഇനി ഈ പറയുന്ന കാര്യങ്ങളും എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. എന്താണ് അസസ്മെൻറ്റ് ഫോർ ലേണിംഗ്, എന്താണ് അസസ്മെൻറ്റ് ആസ് ലേണിംഗ്, അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ്, ഇതും കൂടി ഒന്ന് നോക്കി വയ്ക്കുക. അതിൽ നമ്മൾ നോക്കേണ്ടത് സമ്മേറ്റീവും ഫോർമേറ്റീവും ഒക്കെയാണ്. അല്ലോ ഇതിലൊക്കെ എന്ത് ചെയ്യുന്നു? ടീച്ചേഴ്സിനെ അവരുടെ ഇൻസ്ട്രക്ഷൻ സ്ട്രാറ്റജീസ് ഒന്ന് മാറ്റാനും അല്ലെങ്കിൽ മാറ്റേണ്ട ഒരു കാര്യം ഉണ്ടോ എന്നൊക്കെ റീതിങ്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഫോർമേറ്റീവ് അസസ്മെൻറ്റ്. അടുത്ത ചോദ്യം, താഴെ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് ചിൽഡ്രൻസ് തിങ്കിങ് ഈസ് കറക്റ്റ് അക്കോർഡിംഗ് ടു കണ്ടംപററി കൺസ്ട്രക്റ്റിവിസ്റ്റ് തിയറിസ്റ്റ്. ഇപ്പോഴത്തെ കണ്ടംപററി കൺസ്ട്രക്റ്റീവ് തിയറിസ്റ്റ് അനുസരിച്ച് താഴെ കൊടുത്തിരിക്കുന്നതിൽ കുട്ടികളുടെ തിങ്കിങ്ങുമായി കറക്റ്റായിട്ട് ചേരുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? ചിൽഡ്രൻ ആർ പാസീവ് റെസിപ്പിയൻസ് ഓഫ് അഡൾട്ട് നോളജ്. ഒരിക്കലല്ല, കുട്ടികൾ പാസീവ് അല്ല. ഇപ്പം നമ്മൾ പറഞ്ഞ കുട്ടികൾ ആക്റ്റീവ് ആയിരിക്കണം. ചിൽഡ്രൻസ് കൺസെപ്ഷൻസ് ആർ കംപ്ലീറ്റ്ലി യൂസ്ലെസ് ഹഡിൽസ് ഇൻ ലേണിംഗ്. തൊട്ട് മുമ്പ് നമ്മളത് പറഞ്ഞേ ഉള്ളൂ. കുട്ടികളുടെ മിസ്കൺസെപ്ഷൻസ് നമ്മൾ മനസ്സിലാക്കിയേ മതിയാവും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫോർമേറ്റീവ് അസസ്മെൻറ്റ് പോലും നടത്തുന്നത്. ചിൽഡ്രൻ കൺസ്ട്രക്ട് ദെയർ ഓൺ അണ്ടർസ്റ്റാൻഡിങ് ആക്റ്റീവ്ലി ത്രൂ എക്സ്പീരിയൻസസ്. യെസ്, ഇപ്പോൾ കുട്ടികളൊരു ആക്റ്റീവ് ഏജൻ്റാണ് ലേണിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിൽ. ചിൽഡ്രൻസ് തിങ്കിങ് ഇസ് ഐഡൻറ്റിറ്റിക്കൽ ടു അഡൾട്ട് തിങ്കിങ് ഇൻ സ്ട്രക്ചർ. നോ, കുട്ടികളുടെയും അഡൾട്ട്സിൻ്റെയും തിങ്കിങ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് സി ആണ്. ചിൽഡ്രൻ കൺസ്ട്രക്ട് ദെയർ ഓൺ അണ്ടർസ്റ്റാൻഡിങ് ആക്റ്റീവ്ലി ത്രൂ എക്സ്പീരിയൻസ്. ഇത് തന്നെയാണ് ഇപ്പോഴത്തെ എല്ലാ കൺസ്ട്രക്റ്റിവിസ്റ്റ് തിയറിസ്റ്റും മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന ആശയം. കുട്ടികൾ എന്താണ്? ആക്റ്റീവ് ഏജൻസ് ആണ്. ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൽ ആക്റ്റീവ് ഏജൻറ്റ് ആരാണെന്ന് ചോദിച്ചാൽ അതെപ്പോഴും കുട്ടികളാണ്. സ്റ്റുഡൻറ്റ് സെൻറ്റേർഡ് ആണ് അല്ലെങ്കിൽ ലേണർ സെൻറ്റേർഡ് ആണ് ഇപ്പോഴത്തെ കരിക്കുലം. നമ്മുടെ 14ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ചിൽഡ്രൻ കൺസ്ട്രക്ട് ദെയർ ഓൺ. അത് നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മുടെ പിയാഷെ, വൈഗോട്സ്കി, ബ്രൂണർ ഇങ്ങനെയുള്ള എല്ലാ കൺസ്ട്രക്റ്റിവിസ്റ്റ് തിയറിസ്റ്റുകളും ഇതേ വ്യൂ പോയിൻറ്റ്സ് തന്നെയാണ് എന്ത് ചെയ്തത്? മുന്നോട്ട് വയ്ക്കുന്നത്. നമ്മുടെ ക്ലാസ്സിലെ ലാസ്റ്റത്തെ ചോദ്യമാണ്, ദ ടേം
സ്കഫോൾഡിംഗ് ഇൻ എഡ്യൂക്കേഷണൽ സൈക്കോളജി റെഫേഴ്സ് ടു. ഈ സ്കഫോൾഡിങ് കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റഡ്ലി ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. എന്താണ് ഈ സ്കഫോൾഡിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഓപ്ഷൻ എ, പണിഷിംഗ് സ്റ്റുഡൻസ് ഫോർ റോങ് ആൻസേഴ്സ്. ബി, പ്രൊവൈഡിംഗ് ടെമ്പററി സപ്പോർട്ട് ടു ലേണേഴ്സ് ആസ് ദേ ബിൽഡ് ന്യൂ സ്കിൽസ്. സി, മെമ്മറൈസിംഗ് കോർ ടെക്സ്റ്റ് ബുക്ക് വേർഡ് ബൈ വേർഡ് ആൻഡ് ഇവാലുവേറ്റിംഗ് സ്റ്റുഡൻസ് ത്രൂ ഹൈ സ്റ്റേക്സ് ടെർമിനൽ എക്സാംസ്. എന്നോട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ 3 ഓപ്ഷൻ നമുക്ക് ക്ലിയർ കട്ടായിട്ട് എലിമിനേറ്റ് ചെയ്ത് കളയാൻ കഴിയും. കാര്യം ഇപ്പോഴത്തെ നമ്മുടെ കൺസ്ട്രക്റ്റിവിസ്റ്റ് തിയറി അനുസരിച്ച് ഇതൊന്നും അതുമായി മാച്ചായി വരുന്നതല്ല. പണിഷിംഗ് സ്റ്റുഡൻസ് ഫോർ റോങ് ആൻസേഴ്സ്, പണിഷിംഗ് അല്ല കൊടുക്കേണ്ടത്, അവരുടെ തെറ്റ് തിരുത്താനുള്ള അവസരമാണ് നമ്മൾ നൽകേണ്ടത്. അപ്പോൾ സ്കഫോൾഡിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതല്ല. ഓപ്ഷൻ സി നോക്കൂ, മെമ്മറൈസിങ് കോർ ടെക്സ്റ്റ് ബുക്ക്. ഇപ്പോൾ റോഡ് മെമ്മറൈസേഷനേ ഇല്ല, നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രാക്ടിക്കലി പഠിക്കുകയാണ് ചെയ്യുന്നത്. അത് ഹൈ സ്റ്റേക്സ് ടെർമിനൽ എക്സാംസ് വഴി കുട്ടികളെ ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളത് ഇപ്പോഴത്തെ കോറായിട്ടുള്ള എയിമേ അല്ല. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ സ്കഫോൾഡിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രൊവൈഡിങ് ടെമ്പററി സപ്പോർട്ട്, അങ്ങനെ തന്നെ പഠിച്ചു വയ്ക്കുക. ടെമ്പററി സപ്പോർട്ട് ഗിവൻ ടു ലേണേഴ്സ്, അവരുടെ പുതിയ പുതിയ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു ടെമ്പററി സപ്പോർട്ട്. കാരണം ടെമ്പററി സപ്പോർട്ട് മതി, അത് കഴിഞ്ഞാൽ അവരതിൽ പ്രോ ആയിക്കോളൂ എന്നുള്ളതാണ് ഇന്നത്തെ കോൺസെപ്റ്റ്. അതാണ് സ്കഫോൾഡിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ടീച്ചർ ഷുഡ് ബി എ സ്കഫോൾഡർ ഇൻ ദ കൺസ്ട്രക്റ്റിവിസ്റ്റ് ക്ലാസ് റൂം. കൺസ്ട്രക്റ്റിവിസം ഫോളോ ചെയ്യുന്ന ഒരു ക്ലാസ് റൂമിലെ ടീച്ചറിൻ്റെ റോൾ ഈസ് എ സ്കഫോൾഡർ. ടീച്ചർ എന്തായിരിക്കണം? സ്കഫോൾഡർ ആയിരിക്കണം. സോ പ്രൊവൈഡിങ് ടെമ്പററി സപ്പോർട്ട് ലേണേഴ്സ് ആസ് ദ ബിൽഡ് ന്യൂ സ്കിൽസ്. ഇനി ഈ സ്കഫോൾഡിംഗ് എന്ന് പറയുന്ന ആരുമായി അസോസിയേറ്റ് ചെയ്ത് വരുന്നു എന്ന് ചോദിച്ചാൽ കൂടുതൽ അത് അസോസിയേറ്റ് ചെയ്ത് വരുന്നത് വൈഗോട്സ്കിയാണ്. എന്നാൽ ബ്രൂണറാണ് ഈ ഒരു ടേം കോയിൻ ചെയ്തത്. അപ്പോൾ ഈ സ്കഫോൾഡിംഗ് എന്ന് പറയുന്ന ടേം കോയിൻ ചെയ്തത് ബ്രൂണറാണെങ്കിലും കൂടുതലും വൈഗോട്സ്കിയുമായി ബന്ധപ്പെട്ടാണ് നമ്മളത് സംസാരിച്ച് വരുന്നത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു, ഒരു ടീച്ചർ അല്ലെങ്കിൽ ഒരു കുട്ടി ആയിക്കോട്ടെ മറ്റ് ആളായി പറയുന്ന ലേണറിനെ എന്ത് ചെയ്യുന്നു, മോർ കോമ്പീറ്റൻ്റ് ആവുന്നത് വരെ ഒരു ചെറിയ സപ്പോർട്ട് നൽകുന്നു. അതിനുശേഷം ആ സപ്പോർട്ട് പതിയെ പതിയെ പിൻവലിക്കുന്നു. പതിയെ പതിയെ ഗ്രാജുവലി എന്ത് ചെയ്യാണ്, പിൻവലിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. അടുത്ത ക്ലാസ്സിൽ ബാക്കി ക്വസ്റ്റ്യൻസ് ആയിട്ട് വീണ്ടും കാണാം. ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്